കോപ്പിറൈറ്റ് വരാത്ത യൂട്യൂബേഴ്സ് കുറവായിരിക്കും. അതിലൊരാളാണ് ഞാനും കുറേ കോപ്പിറൈറ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അവസാനം അതെല്ലാം സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറേ സമയമെടുത്തു. ചാനൽ മോണിറ്റൈസേഷൻ ആകാൻ കുറച്ച് സമയമെടുത്തു. അപ്പീലിന് പോകണം, പല ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കണം. അപ്പം നമ്മൾ ഈ കോപ്പിറൈറ്റിനെ കുറിച്ച് നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ആദ്യമൊക്കെ ഞാനും കാണാറുണ്ട്, പക്ഷേ ഞാനത്ര മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എനിക്കതിനെപ്പറ്റി അത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ മറ്റൊരാൾ അറിയുന്നത് എത്രയാണ് നല്ലത്. പുതിയ തുടക്കക്കാർക്ക് ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന വീഡിയോസും അല്ലെങ്കിൽ സോങ്സും എല്ലാം നമ്മൾ വാരി വലിച്ച് ഇടുന്നുണ്ട്. അപ്പം നമുക്കത് കുറച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലാന്നും വരും. നമ്മൾ ശ്രദ്ധിക്കാത്ത ആൾക്കാർ ശ്രദ്ധിച്ചാലും നമുക്ക് എന്താ കോപ്പിറൈറ്റ് എന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ അതപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ട് നമുക്ക് പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളാരും കോപ്പിറൈറ്റ് കൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യരുത്. അപ്പം നമ്മൾ കോപ്പിറൈറ്റ് കണ്ട ഉടനെ നമ്മൾ കൈയും കാലം വരയ്ക്കുകയോ അങ്ങനത്തെ അല്ലെങ്കിൽ ഭയങ്കര വെറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, കോപ്പിറൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിലേറ്റും ചെയ്യരുത്. ഫസ്റ്റ് തന്നെ ചിലരൊക്കെ പെട്ടെന്ന് ഈ അയ്യോ കോപ്പിറൈറ്റ് വന്നു ഒന്നും നോക്കണ്ട ഡിലേറ്റ് അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെന്ത് ചെയ്യുക, വൈറ്റി സ്റ്റുഡിയോക്കാർ നമുക്ക് നമ്മുടെ വീഡിയോന് എങ്ങനെയാണ് കോപ്പിറൈറ്റ് വന്നതെന്ന് നോക്കുക. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവില്ല, അവിടെ പ്രസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മളെങ്ങനെയാണ്, നമുക്ക് എന്തുകൊണ്ടാണ് കോപ്പിറൈറ്റ് അങ്ങനെ വന്നത്, വീഡിയോസിനാണോ അല്ലെങ്കിൽ സോങ്സിനാണോ അല്ലെങ്കിൽ മറ്റ് വേറെ മ്യൂസിക്കിനാണോ വന്നതെന്ന് നമുക്ക് അതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഇംഗ്ലീഷ് മനസ്സിലാത്തവർക്കാണെങ്കിൽ മറ്റൊരു ഫോൺ എടുക്കുക. ആ ഫോൺ എടുത്തിട്ട് നമ്മളൊരു ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കൂടെ നമ്മളത് നോക്കിയാൽ നമുക്ക് മലയാളത്തിൽ കിട്ടും. മലയാളത്തിൽ വായിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കോപ്പി റൈറ്റ് കിട്ടിയ അതിനെ നമ്മൾ ഇന്നത് കൊണ്ടാണ് നമുക്ക് കോപ്പി റൈറ്റ് കിട്ടിയത്, അല്ല എനിക്ക് ഇതാ ഓക്കെ വീഡിയോസാണ് എൻ്റെ പ്രശ്നം, ഞാനില്ലെങ്കിൽ വേറെ ആളെ വീഡിയോ എടുത്ത് ഈ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഇപ്പം ഞാൻ ഓൾറെഡി ഫസ്റ്റിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണെങ്കിൽ അതിൻ്റെ അവകാശം ഞാനാണ്. അതിനുശേഷം വേറൊരാളാണ് ഇതേപോലെ എൻ്റെ അതേ സെയിം സാധനം വീഡിയോ എടുത്തിട്ട് ഇടുമ്പോഴാണ് അയാൾക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നത്. അപ്പോൾ അയാൾക്ക് അത് കോപ്പിയായി, അങ്ങനെയാണ് നമുക്ക് കോപ്പിയായി ഈ കോപ്പിറൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിയുന്നത് നമ്മളേതായിട്ടുള്ള കണ്ടൻറ്റുകളും നമ്മളായിട്ടുള്ള വീഡിയോസും മാത്രം ഇടാൻ ശ്രമിക്കുക. അതുപോലെ സോങ്സൊക്കെ ആണെങ്കിൽ അത് യൂട്യൂബിൽ അവൈലബിളാണ്. നമ്മളെ വൈറ്റി സ്റ്റുഡിയോയിൽ തന്നെ ഓഡിയോ ലൈബ്രറി ഉണ്ട്. ലൈബ്രറിയിൽ പോയിട്ട് അവിടുന്ന് നമുക്ക് സോങ്സൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആ രീതിക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പറ്റിയ നമുക്ക് സൂട്ടബിളായിട്ടുള്ള സോങ്സോ അല്ലെങ്കിൽ മ്യൂസിക്കോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് യൂട്യൂബ് ഒരുപാട് സൗകര്യങ്ങളാണ് ചെയ്തു തന്നിരിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്നാലേ നമുക്ക് കോപ്പി റൈറ്റൊക്കെ ഒഴിവായി കിട്ടും, കോപ്പി റൈറ്റ് ഇല്ലാതിരിക്കും. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു മുൻധാരണ വേണം. ഞാൻ ഇന്ന രീതിയിൽ ചെയ്താൽ അത് എനിക്ക് ബാധിക്കും, കോപ്പി റൈറ്റ് വരും എന്നുള്ള ഒരു ധാരണ നമുക്ക് വേണം. കോപ്പി റൈറ്റ് അധികം കിട്ടുന്നത് നല്ലതല്ല, കാരണം ചാനലിനെ ബാധിക്കും, ചാനലിൻ്റെ മോണിറ്റൈസേഷനെ ബാധിക്കും. അപ്പീലിന് പോകണം, വീണ്ടും അപ്പീലിനൊക്കെ പോകേണ്ടി വരും. പിന്നെ കോപ്പി റൈറ്റ് കുറേ വാങ്ങി വെച്ച ആൾക്കാരാണ് ഏതാ കോപ്പി റൈറ്റ് കിട്ടിയെന്നുള്ള ഒരു ധാരണ ഉണ്ടാകില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ചിന്തിക്കേണ്ടത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളെ കോപ്പി റൈറ്റ് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്നാൽ നമ്മളെ ചാനൽ ഫ്രീസായിക്കൊണ്ടിരിക്കും. നമ്മുടെ ചാനൽ ഒരിക്കലും മുന്നേറില്ല. നമ്മുടെ ചാനൽ ഇങ്ങനെ താഴ്ന്നു തന്നെ പോവുകയുള്ളൂ. നമുക്ക് വ്യൂവേഴ്സ് കുറയും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ആൾക്കാർ എത്തിപ്പെടുക. അതുപോലെ നമുക്ക് നമ്മളെ നോട്ടിഫിക്കേഷൻ, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ നമ്മളെ നോട്ടിഫിക്കേഷൻ തന്നെ യൂട്യൂബ് കുറച്ച് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് വ്യൂവേഴ്സ് ഉണ്ടാവില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ യൂട്യൂബ് പറയുന്നതിന് കഴിയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് മുന്നോട്ട് വരുന്നു. നിങ്ങൾ പോകുന്ന വഴി നല്ല ക്ലിയറായിട്ട് വരണം. നമ്മൾ ഇവിടുന്ന് ഇല്ലെങ്കിൽ വേറെ ഒരാളെ അനുവാദം കൂടാതെയോ അങ്ങനെ ഉള്ള രീതിയിലുള്ളൊരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. നമ്മൾ കറക്റ്റായിട്ട് നമ്മളേതായിട്ടുള്ള കണ്ടൻറ്റുകളും നമ്മളേതായിട്ടുള്ള മ്യൂസിക്കുകളോ അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബ് അനുവദിച്ച നമുക്ക് ഉള്ള മ്യൂസിക്കുകളും മാത്രം ഉപയോഗിക്കുക. അതുപോലെ സോങ്സ് ആണെങ്കിലും നമുക്ക് യൂട്യൂബ് തരുന്നുണ്ട്. ആ പാട്ടുകൾ നമ്മളെ കണ്ടൻറ്റിന് യോജിച്ച രീതിയിലുള്ള കണ്ടെത്തിയിട്ട് ആ രീതിക്ക് മാത്രം മുന്നോട്ട് പോവുക. അപ്പോഴാണ് നമ്മളെ ചാനൽ കറക്റ്റായിട്ട് വളരും, നമ്മളെ ചാനൽ മുന്നേറും. അപ്പോഴും നമുക്ക് വ്യൂവേഴ്സ് കൂടും, സബ്സ്ക്രൈബ് കൂടും, അതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ ധാരാളം പേരിലെത്തിക്കും. യൂട്യൂബിന് തന്നെ നമ്മൾ നല്ലൊരു കറക്റ്റായിട്ട് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ
കോപ്പിറൈറ്റ് ഇഷ്യൂ കണ്ടെടുത്ത് നമ്മളെന്താ ഇപ്പോൾ YT സ്റ്റുഡിയോ എന്ന് കോപ്പിറൈറ്റ് ഇഷ്യൂ കാണുന്നത് അവിടെ തന്നെ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇഷ്യൂ എന്താണെന്നുള്ളത് മനസ്സിലാവും. ആ ഇഷ്യൂ മനസ്സിലാക്കിയിട്ട് നമ്മളോട് ചോദിക്കും, ഇപ്പോൾ ഈ സോങ്സ് നമ്മൾ എറേസ് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾ എറേസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്യുന്ന വീഡിയോൻ്റെ ഈ ഭാഗം കട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഉചിതമായ എന്താണോ, നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ വീഡിയോ ഡിലേറ്റ് ആവാത്ത രീതിയിൽ ഇങ്ങനെ സോൾവ് ചെയ്യണേ, കുറച്ച് ഭാഗം കട്ട് ചെയ്ത് പോട്ടെ എന്നിരിക്കണം. കഴിച്ച് ബാക്കി നോക്കിയാലും അപ്പോൾ പിന്നെ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ അവിടെ ചിലപ്പോൾ മൂട്ടായാലും പ്രശ്നം എന്നുള്ള കാര്യമല്ലേ, ചില സമയത്ത് അങ്ങനെയും പോവാം. ഇനി അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇതുപോലെ നമ്മൾ YT സ്റ്റുഡിയോ കൂടെ തന്നെ നേരെ പോയിട്ട്, അല്ല ക്രോമിൽ കൂടെ പോയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ക്രോം കൂടെ പോയിട്ട് അതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് പിന്നെ മ്യൂസിക് ആഡ് ചെയ്യാനും പറ്റും. അത് നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് വീഡിയോസിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അപ്പം തന്നെ കയറി ചെന്ന് ഡിലീറ്റ് ചെയ്യുകയോ മറ്റുള്ള അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ചാനലിനെ വല്ലാതെ ബാധിക്കും. അത് ഞാനൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒരു ഉപകാരം ആകട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യരുത്. കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്, അത് സോൾവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് നമുക്ക് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.